ഹായോൾ, ഇന്നൊരു ഉപ്പുമാവാണ്. ഒരു കുഴഞ്ഞ ഉപ്പുമാവ്, ഒരു തമിഴ്നാട് സ്റ്റൈൽ ഒരു ഉപ്പുമാവ് ഉണ്ടല്ലോ, നല്ല കുഴഞ്ഞിരിക്കും. അത്രയും കുഴഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഏകദേശം ഒരു കുഴഞ്ഞൊരു ഉപ്പുമാവ് ഉണ്ടാക്കണേ. അപ്പം ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇത്രയും കൂടി പൊടിയായിട്ട് അരിഞ്ഞ് വഴറ്റണം. എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിന് തേങ്ങ വേണം. തേങ്ങ ഞാൻ തിരുമ്മി കൊടുക്കുക ചേച്ചിക്ക്. അങ്ങനെ തേങ്ങ തിരുമ്മി മാറ്റി വെച്ച് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇട്ട് അതും നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളത്തിൽ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കണം. റവ വറുത്ത റവയാണ്, പിന്നെ വറുത്തതൊന്നുമില്ല. ചിലവർ വീണ്ടും വറുക്കാറുണ്ട്, പക്ഷേ ഈ ഉപ്പുമാവിന് അങ്ങനെ വീണ്ടും വറുക്കേണ്ട കാര്യമില്ല. വറുത്ത റവ അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ റവ തട്ടിക്കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കണം. നല്ല കുഴഞ്ഞിരിക്കുന്നതാണ്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നേ നമ്മളിതിൻ്റെ അകത്ത്. അത് വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പം നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താണ്, നമ്മൾ ഈ അടച്ചൊന്നും വെക്കത്തില്ല. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ അതിൻ്റെ പരുവത്തിന് സെറ്റാക്കി എടുക്കത്തേ ഉള്ളൂ. ഇപ്പം ഇളക്കിക്കൊണ്ടിരുന്നപ്പം ഋതു വന്നേ. അപ്പം എന്തോ ഉണ്ടാക്കുന്നേ? ഉപ്പുമാവ്. ഉപ്പുമാവാണോ? ഋതുവിന് വേണോ? വിശക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിന് വിശക്കുന്നുങ്ങ്. ഉപ്പുമാവ് കൊടുക്കൂ. പാത്രം ചൂടാണെന്ന്. ചൂട് മാറ്റിയിട്ട് കൊടുക്കണം. ചൂട് തേങ്ങ ഇടോ ഋതു? മിക്കവാറും അവരത് മാതിരി വായിടും. ഒരു ലൂട് പുച്ഛമായിട്ട് ഇത് കെട്ടിയോ? എന്ത് പറ്റി അവിടെ? ബലൂൺ പൊട്ടിയോ? ഋതുവിന്റെ ബലൂൺ പൊട്ടിയേ? അതാ എന്റെ ബലൂൺ പൊട്ടിയത്. എന്റെ തന്നെ പൊട്ടിയോ? യച്ചുമാമനാണ് പൊട്ടിച്ചേ. അങ്ങനെ ഉപ്പുമാവ് നമ്മളുടെ ഏകദേശം ഇളക്കി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് പകരുവാണ്. ആ ചൂടോടെ തന്നെ പകർന്ന് മാറ്റി വയ്ക്കണം. എന്നാലേ ആ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെ ഇരിക്കും. കണ്ട, ഒരു കുഴഞ്ഞ ഒരു രീതിയിലാണ്. പക്ഷേ ഇതിന് വേറെ കറിയൊന്നും വേണ്ട, പഴമൊന്നും വേണ്ട. ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാനാണെങ്കിൽ കഴിക്കാൻ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടാണ് എടുക്കുന്നത്. പഞ്ചസാരയും കൂടി ഇട്ട് അത് ഇളക്കി തിന്നുമ്പം ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.